ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരുവനന്തപുരത്തൊരു ഹൗസ് ക്ലീനിങ്ങിന് പോകണം. അത് ഹൗസ് ക്ലീനിങ് അല്ല ഗൈസ്, ഇതൊരു സ്കൂളാണ്, ചിൽഡ്രൻ സ്കൂൾ. അപ്പോൾ എന്തായാലും നമ്മളവിടെ ക്ലീനിങ്ങിന് ആദ്യത്തെ റൂമിൽ നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാനും അജിത്തും കൂടെയാണ് നമ്മുടെ ഈ റൂം കയറുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് കുറേ അലമാരയ്ക്കകത്ത് കുറേ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും അബാക്കസ് എന്തൊക്കെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടുക്കളയിൽ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും കയറി വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കിടക്കുന്ന സ്ഥലം നമ്മൾ സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളെന്തായാലും റൂം ഫസ്റ്റ് കയറിയിട്ടുണ്ട്. ഒരു റൂമിൻ്റെ അകത്ത് അഴുക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ജനല് കാര്യങ്ങളെല്ലാം തുടച്ച് ഇതെല്ലാം തുടച്ച് കട്ടിലണക്കത്തെ സാധനങ്ങളൊക്കെ തുടച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത് അവൻ തുടയ്ക്കുന്ന സമയത്ത് ഞാൻ പോയി നമ്മുടെ ഗ്ലാസും അലമാരയും ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്ലാസും അലമാരയും ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് അവൻ റൂം ക്ലീൻ ചെയ്യും. അതിനുശേഷം നമ്മളെന്ത് ചെയ്തു, നേരെ ബാത്റൂം കയറി. ബാത്റൂമിൻ്റെ വീഡിയോ ഫുൾ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും പറ്റുന്ന രീതിയിൽ നമ്മൾ ലാസ്റ്റ് കയറി ഇറങ്ങുന്ന ഒരു വീഡിയോ അത്രേ കിട്ടിയതുള്ളൂ കേട്ടോ. അതൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം അടുത്തൊരു ചെറിയൊരു എന്താണ് പൂജാമുറി എന്നൊക്കെ റൂമിൻ്റെ അകത്ത് കയറി. അതിൻ്റെ അകത്ത് നേരൊക്കെ ശുദ്രം ചെയ്ത് വെച്ചേക്കണൊക്കെ എന്തൊക്കെ ഇരിക്കുന്നത്, അതിലൊന്നും നമ്മൾ പിടിക്കാൻ പോയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ അകത്തുള്ള കച്ചറ സാധനങ്ങളെല്ലാം നമ്മളെടുത്ത് വെളിയിൽ വെച്ചതിന് ശേഷം ഇനി ഫുള്ള് തൂത്തും കാര്യങ്ങളൊക്കെ ഇറക്കി മോപ്പ് ചെയ്തിറക്കണം. അപ്പോൾ എന്തായാലും അതിനുള്ള പരിപാടികളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മളിത് വൃത്തിയാക്കി ആ ഒരു റൂമും പിന്നെ നമ്മുടെ ഈ ഒരു കിച്ചൺ അത് ചേട്ടന്മാരാണ് വൃത്തിയാക്കിയത്. അതിനുശേഷം നമ്മൾ ഇത്തിരി വെള്ളം താഴ്ചപ്പോൾ വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. വെള്ളം വാങ്ങിച്ചുകൊണ്ട് കഴിഞ്ഞ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റ് ഇല്ല. നമ്മൾ നേരെ സ്ക്രബ്ബർ ഇട്ട് തറ വരച്ചതിന് ശേഷം നമ്മൾ മോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മോപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിരിയാണി തിന്നാൻ വേണ്ടിയിട്ട് വന്ന് കാത്തിരിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിരിയാണി തിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അടുത്ത പണിയിലോട്ട് നമ്മൾ കയറണം. അതുകൊണ്ട് തന്നെ നമ്മൾ ടെറസിൻ്റെ വണ്ടിയിൽ വന്ന് ടെറസിൻ്റെ വണ്ടിയിലാണെങ്കിൽ ഒടുക്കത്തെ വെയില. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ചേട്ടനൊക്കെ അതിൻ്റെ അകത്ത് ഇറങ്ങി നിന്നിട്ട് ടാങ്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടാങ്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെന്താണ് വരുന്ന വെള്ളം എടുത്തിട്ട് നമ്മൾ ഒഴിച്ച് കളയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ പിന്നെ ടാങ്കിൻ്റെ അകത്ത് ഇറങ്ങാത്തതെന്ന് വെച്ചാൽ ഇതിൽ വേറെ ഡ്രസ്സില്ല. ഞാൻ ഇട്ടുകൊണ്ടുവന്ന ഡ്രസ്സ് തന്നെയാണ് പണിയെടുത്തത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഡ്രസ്സൊന്നും മാറ്റാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ടാങ്കിൽ ഇറങ്ങിയില്ല. ബാക്കി എല്ലാവരും ടാങ്കിൻ്റെ അകത്തൊക്കെ ഇറങ്ങിയൊക്കെ ഇരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാം കിളി പറയുന്ന കാര്യം ഞാൻ കുറച്ചേരം ഇരുന്നു. കാര്യം വെയിൽ കാരണം ഒട്ടും വയ്യ കേസ്. അതിനുശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ പണിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിതൊന്ന് തൂത്തിറക്കണം. ഈ പില്ലിലാണെങ്കിൽ തൂത്തിട്ടും പോണതുമില്ല. എനിക്കറിയാൻ വയ്യ കേസ്. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ തൂത്ത് സെറ്റാക്കിയതിന് ശേഷം നമ്മളെ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് നമ്മൾ പോകാനുള്ള പ്ലാനിങ്ങിലാണ് കേസ്. നമ്മുടെ മെയിനായിട്ടുള്ള ചേട്ടൻ, അതായത് നമ്മളെ പണിക്ക് വിളിക്കുന്ന ചേട്ടനും ആണ് അവിടെ നിൽക്കണം. അവരെല്ലാം സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വച്ചിട്ട് നമ്മൾ ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് നമ്മൾ പോകാനുള്ള പ്ലാനിങ്ങാണ് ഗൈസ്. അപ്പോഴത്തേക്കൊരു സന്തോഷമാണ്. ഈ സമയത്തുണ്ടെന്ന് സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ ഗൈസ്.